സെല്ല് എന്ന് പറഞ്ഞ പാർട്ടിലൂടെ സബ് അരക്നോയിഡ് സ്പേസ് ഹെർണിയേറ്റ് ചെയ്ത് കയറി വരുന്നു. ആ ബോണി ക്യാവിറ്റിക്കകത്തോട്ട് സബ് അരക്നോയിഡ് സ്പേസ് ഹെർണിയേറ്റ് ചെയ്ത് കയറി വരുന്നു. അതിന്റെ ഫലമായിട്ട് നമ്മുടെ നോർമൽ ആയിട്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ചെറുതായിട്ട് ഡിസ്പ്ലേസ്ഡ് ആയിട്ട് മാറുന്നു. അപ്പം അത് ഡിസ്പ്ലേസ്ഡ് ആകുമ്പോൾ കൂടുതൽ ആൾക്കാർ കയറി വരുമ്പോൾ അതിനെല്ലാം ഉൾക്കൊള്ളിക്കാൻ അതൊരു കൺജഷൻ ആയിട്ട് മാറുമല്ലോ. അപ്പൊ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഡിസ്പ്ലേസ്ഡ് ആകുമ്പോഴത്തേക്കും അവിടേക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ എന്തുണ്ടാവുന്നു? പ്രഷർ ഇഫക്റ്റുകൾ ഉണ്ടാവുന്നു. ബാക്കിയുള്ള സ്ട്രക്ചേഴ്സ് എല്ലാം പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ പുഷ് ചെയ്തുകൊണ്ട് പിറ്റ്യൂട്ടറി സ്റ്റോക്കിനെയാണ് മെയിൻ ആയിട്ടും പുഷ് ചെയ്യുന്നത്, പ്രഷർ ഇഫക്റ്റ് ഉണ്ടാവുന്നത്. അതിന്റെ ഫലമായിട്ട് ഹൈപ്പർ പ്രൊലാക്ടിനേമിയ ഉണ്ടാവുന്നു, ഗാലക്ടോറിയ ഉണ്ടാവുന്നു. പ്രൊലാക്ടിൻ കൂടുമ്പോൾ എന്തായാലും മിൽക്കിന്റെ സെക്രീഷൻ ഗാലക്ടോറിയ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു സിംറ്റം ആണ്. അപ്പം ഇതാണ് പ്രൊലാക്ടിൻ ഉണ്ടാവാനുള്ള ഒരു കോസ് ആണ് എംപ്റ്റി സെല്ലാർ സിൻഡ്രോം. അപ്പൊ ഏതൊക്കെ കോസസ് എന്ന് പറഞ്ഞാൽ ലാക്ടോട്രോഫ് അഡിനോമ ഓർ പ്രൊലാക്ടിനോമ, അതുപോലെ ചെസ്റ്റ് ബോൺ ഇഞ്ചുറി, ലാക്ടോട്രോഫ് ഹൈപ്പർപ്ലേഷ്യ, അതുപോലെ എംപ്റ്റി സെല്ലാർ സിൻഡ്രോം. എംപ്റ്റി സെല്ലാർ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഇതൊരു റെയർ ഡിസോർഡർ ആണ്. ഇത് പിറ്റ്യൂട്ടറി ഫോസ റെയർ ഡിസോർഡർ ഇൻ വിച്ച് പിറ്റ്യൂട്ടറി ഫോസ ഈസ് എൻലാർജ്ഡ് വിത്ത് അക്യുമുലേഷൻ ഓഫ് CSF. അതിന്റെ കാരണം എന്ന് പറയുന്നത് അനാട്ടമിക്കൽ ഡിഫക്റ്റ് ഇൻ ഡയഫ്രമ സെല്ലേ. അപ്പം സബറക്നോയിഡ് സ്പേസ് herniates through the defect in diaphragma sellae and this displaces the normal pituitary and this causes pressure effect on the pituitary stalk resulting in hyperprolactinemia and galactorrhea. അപ്പൊ ഇത് ഓർക്കുക. ഇപ്പൊ ഹൈപ്പർ പ്രൊലാക്ടിനേമിയെ പറ്റി പറയുമ്പോൾ എംപ്റ്റി സെല്ലാർ സിൻഡ്രോം ഓർക്കുക. ഇനി അടുത്തതായിട്ട് കുഷിങ്സ് ഡിസീസ്. അപ്പൊ നമ്മൾ ഹൈപ്പർ സെക്രീഷൻ ഡിസോർഡേഴ്സിന്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? അക്രോമെഗാലി, ജൈജാൻഡിസം, അതുപോലെ ഹൈപ്പർ പ്രൊലാക്ടിനേമിയ. ഇനി അടുത്തതായിട്ട് കുഷിങ്സ് ഡിസീസ്. കുഷിങ്സ് ഡിസീസ് ഉണ്ടാവുന്നത് പിറ്റ്യൂട്ടറി അഡിനോമ കാരണം എക്സസീവ് ആയിട്ട് ACTH ഉണ്ടാവുന്നത്, അതായത് അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ ഉണ്ടാവുന്നതിന്റെ കാരണം കൊണ്ടാണ് കുഷിങ്സ് ഡിസീസ് ഉണ്ടാവുന്നത്. അപ്പൊ അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ എന്ന് പറഞ്ഞാൽ അത് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? അഡ്രിനൽ കോർട്ടെക്സിലാണ് അത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സസീവ് ആയിട്ട് കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഹൈപ്പർ കോർട്ടിസോളിസം ഉണ്ടാവും. ACTH അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ എക്സസീവ് ആയിട്ട് ഉണ്ടാവുന്നു. അതിന്റെ ഫലമായിട്ട് ഹൈപ്പർ കോർട്ടിസോളിസം ഉണ്ടാവുന്നു. അപ്പൊ ഈ കുഷിങ്സ് ഡിസീസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടി ഓർക്കണം. കുഷിങ്സ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. കുഷിങ്സ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് പിറ്റ്യൂട്ടറി കോസ് വരുന്നില്ല, അതിന് പകരമായിട്ട് അഡ്രീനൽ കോസ് കാരണം ഉണ്ടാവുന്നതാണ്. അതായത് അഡ്രിനൽ ഗ്ലാൻഡ് എക്സസീവ് ആയിട്ട് കോർട്ടിസോളിനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് കുഷിങ്സ് സിൻഡ്രോം ഉണ്ടാവുന്നത്. ഇനി പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ കാരണം കൊണ്ട്, അതായത് എക്സസീവായിട്ട് പിറ്റ്യൂട്ടറി അഡിനോമ കാരണം എക്സസീവായിട്ട് ACTH ഉണ്ടാകുമ്പോൾ അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഹൈപ്പർ കോർട്ടിസോളിസത്തിനെയാണ് കുഷിങ്സ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ സിൻഡ്രോം എന്ന് പറയുന്നത് റിലേറ്റഡ് ടു അഡ്രീനൽ ഗ്ലാൻഡ്സ് ആൻഡ് കുഷിങ്സ് ഡിസീസ് ഈസ് റിലേറ്റഡ് ടു പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അപ്പൊ അത് ഓർക്കുക. അപ്പൊ ഇത്രയാണ് ഹൈപ്പർ സെക്രീഷൻ എന്ന് പറഞ്ഞേക്കുന്നത്. കണ്ടോ, കുഷിങ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു അഡ്രിനൽ കോസ് എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് കോർട്ടിസോൾ. അത് അഡ്രിനൽ ഗ്ലാൻഡിന്റെ തന്നെ ഇന്റേണൽ കോസ് കൊണ്ടാണ് എക്സസീവ് ആയിട്ട് കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ കുഷിങ്സ് ഡിസീസ് എന്ന് പറയുമ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പിറ്റ്യൂട്ടറി അഡിനോമ കാരണം ഉണ്ടാവുന്നത്. അപ്പൊ നമ്മളെ ഹൈപ്പർ സെക്രീഷൻ ഡിസോർഡേഴ്സിനെ പറ്റിയാണ് ഫസ്റ്റ് പറഞ്ഞത്. അതിൽ ഏതൊക്കെയാണെന്ന് പറഞ്ഞത് ജൈജാൻഡിസം, അതുപോലെ അക്രോമെഗാലി, പിന്നെ ഹൈപ്പർ പ്രൊലാക്ടിനീമിയ, കുഷിങ്സ് ഡിസീസ്. ഹൈപ്പർ ജൈജാൻഡിസം ആൻഡ് അക്രോമെഗലിയെ പറ്റി പറയുമ്പോൾ എപ്പോഴും ഏജ് ഓഫ് ഓൺസെറ്റും എപ്പിഫൈസിന്റെ ക്ലോഷ്യൂറും ഓർക്കുക. അതേപോലെ തന്നെ അതില് മൊത്തത്തിലെ എൻലാർജ്മെന്റ് ആണ്. അപ്പം ജൈജാൻഡിസത്തിൽ ഫുള്ള് ഡിസ്പ്രപ്പോർഷനേറ്റ് ഗ്രോത്ത് ആയിരിക്കും ഉണ്ടാവുന്നത്. ലീനിയർ ഗ്രോത്ത്, അതായത് ആം സ്പാൻ, നമ്മുടെ എക്സ്ട്രീമിറ്റീസിന്റെ ലെങ്ത് കൂടുതലായിട്ടായിരിക്കും കാണുന്നത്. പിന്നെ രണ്ടിലും ഹൈപ്പർ ഗ്ലൈസീമിയ കാണുന്നുണ്ട്. പക്ഷെ നോർമൽ മെന്റൽ ഹെൽത്തും റീപ്രൊഡക്റ്റീവ് എബിലിറ്റിയും ആയിരിക്കും കാണപ്പെടുന്നത്. പിന്നെ അക്രോമെഗലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ദ ഫ്യൂഷൻ ഓഫ് എപ്പിഫൈസിസിലായിരിക്കും ഉണ്ടാവുന്നത്. പിന്നെ അതിന്റെ ഫേസ് ഗറില്ല ഫേസ് ഓർക്കുക, പ്രോനാദിസം ഓർക്കുക, അതുപോലെ കൈഫോസിസ് ഓർക്കുക. ബോണിന്റെ പ്രത്യേകത, ബോൺ തിക്നെസ് കൂടുന്നു, ലെങ്ത് കൂടുന്നില്ല. പിന്നെ അതുപോലെ ഇത് തന്നെ ജനറലൈസ്ഡ് എൻലാർജ്മെന്റ് ഓഫ് വിസറ, ഓവർ ഗ്രോത്ത് ഓഫ് ബോഡി ഹെയർ, കാർപ്പൽ ടണൽ സിൻഡ്രോം, ഹൈപ്പർ ഗ്ലൈസീമിയ എന്നിവ ഉണ്ടാവുന്നു. ഹൈപ്പർ പ്രൊലാക്ടിനേമിയയിൽ ഓർക്കേണ്ടത് മെയിൻ ആയിട്ട് എംപ്റ്റി സെല്ലാർ സിൻഡ്രോം ഓർക്കുക. കുഷിങ്സ് ഡിസീസ് എന്ന് പറഞ്ഞാൽ പിറ്റ്യൂട്ടറി കോസ് കാരണം ഉണ്ടാകുന്ന എക്സസീവ് കോർട്ടിസോൾ, അതായത് ഹൈപ്പർ കോർട്ടിസോളിസം, എക്സസ് ACTH പ്രൊഡ്യൂസ് ചെയ്യുന്നു. കുഷിങ്സ് സിൻഡ്രോം അത് വെച്ചൊന്ന് കമ്പയർ ചെയ്യുക, അഡ്രിനൽ കോസ് കാരണം ഉണ്ടാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഹൈപ്പോ സെക്രീഷൻ ഡിസോർഡേഴ്സിനെ പറ്റിയാണ് നെക്സ്റ്റ് പഠിക്കാനുള്ളത്.
ഹൈപ്പോ സെക്രീഷൻ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഹൈപ്പോ പിറ്റ്യൂട്ടറിസം ആണ് അതിന്റെ അകത്ത് വരുന്നത്. ഹൈപ്പോ പിറ്റ്യൂട്ടറിസം. അപ്പം പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ദ ഹൈപ്പോ പിറ്റ്യൂട്ടറിസം റിസൾട്ട് വെൻ there is a failure of one or more cell types of the pituitary to secrete normally. അപ്പൊ നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ അകത്ത് ഒരുപാട് ടൈപ്പ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ACTH, TSH അങ്ങനെ അങ്ങനെ പല പല ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ ഒന്നിലധികം സെല്ലുകളുടെ ഫെയിലിയർ കാരണം ഉണ്ടാവുന്നതാണ് ഹൈപ്പോ പിറ്റ്യൂട്ടറിസം. അപ്പൊ അത് കോമൺ ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? കുട്ടികളിലാണെങ്കിൽ അത് ഡ്വാർഫിസം ആയിട്ടായിരിക്കും കാണുന്നത്. അഡൾട്ടിലാണെങ്കിൽ അത് ഹൈപ്പോ ഗൊണാഡിസം ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. കുട്ടികളിൽ ഡ്വാർഫിസം, ലീനിയർ ഗ്രോത്ത് കുറവായിരിക്കും. അഡൾട്ടിലാണെങ്കിൽ ഹൈപ്പോ ഗൊണാഡിസം. ഇനി അടുത്തതായിട്ട് അതിന്റെ എറ്റിയോളജിയെ പറ്റിയാണ് നെക്സ്റ്റ് പറയുന്നത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഹൈപ്പോ പിറ്റ്യൂട്ടറിസം ഉണ്ടാകാം? അപ്പൊ അതിന്റെ അകത്ത് തന്നെ കുറച്ച് കൺജനൈറ്റൽ ആയിട്ടുള്ള ഒരു ഡിസോർഡർ പറഞ്ഞിട്ടുണ്ട്, കോൾമാൻ സിൻഡ്രോം. അതുപോലെ ട്രോമാറ്റിക് കോസസ് പറയാനുണ്ട്. പിന്നെ അതിനുശേഷം ഇത് ട്രോമാറ്റിക് കോസസ് ഉണ്ട്, അതുപോലെ നിയോപ്ലാസ്റ്റിക് ഉണ്ട്, പിന്നെ ഇൻഫ്ലമേറ്ററി ഡിസീസസ് കാരണം ഉണ്ടാകാം, അതുപോലെ വാസ്കുലാർ കോസസ് കാരണം ഉണ്ടാകാം. അതിന്റെ അകത്ത് ഷീഹാൻ സിൻഡ്രോം എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ സിമോൺസ് ഡിസീസ്, ഇൻഫെക്ഷൻ. അപ്പൊ ഇത് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഹൈപ്പോ പിറ്റ്യൂട്ടറിസം ഉണ്ടാവുന്നത്? ആദ്യമായിട്ട് പറയാനുള്ളത് കൺജനൈറ്റൽ ഹൈപ്പോതലാമിക് ഡിസോർഡർ. ഹൈപ്പോ പിറ്റ്യൂട്ടറിസം എന്ന് പറഞ്ഞാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കൺട്രോൾ ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണല്ലോ. അപ്പോ കൺജനൈറ്റൽ ഹൈപ്പോതലാമിക് ഡിസോർഡർ, അതായത് കോൾമാൻ സിൻഡ്രോം എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ കൊണ്ട് ഹൈപ്പോ പിറ്റ്യൂട്ടറിസം ഉണ്ടാകാം. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ GnRH ഡെഫിഷ്യൻസി ആണ് ഉണ്ടാവുന്നത്. അതായത് ഗ്രോത്ത് ഹോർമോൺ റിലീസിംഗ് ഹോർമോൺ ഡെഫിഷ്യൻസി ആണ് ഉണ്ടാവുന്നത്. ഇതൊരു കൺജനൈറ്റൽ ഡിസോർഡർ ആണ്. അപ്പൊ GnRH ഡെഫിഷ്യൻസി ആണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇത് കാരണം പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് എന്തുണ്ടാവുന്നു? ഹൈപ്പോ പിറ്റ്യൂട്ടറിസം. പിറ്റ്യൂട്ടറിയുടെ സെക്രീഷൻസ്, ഗ്രോത്ത് ഹോർമോൺ റിലീസിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ അത് ഡെഫിഷ്യന്റ് ആവുമ്പോൾ അത് താഴെ സ്റ്റിമുലേറ്റ് ചെയ്താലല്ലേ നമ്മുടെ പിറ്റ്യൂട്ടറിക്ക് ഗ്രോത്ത് ഹോർമോണിനെ പ്രോപ്പർ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിന്റെ ഡെഫിഷ്യൻസി കാരണം പ്രോപ്പർ ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഗ്രോത്ത് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. അതിന്റെ കാരണം കൊണ്ട് അതിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ബോഡിയിൽ ഉണ്ടാവുന്നു. അപ്പോൾ ഈ കോൾമാൻ സിൻഡ്രോം എന്ന് പറയുമ്പോൾ അതിന്റെ അകത്തൊരു ട്രയാഡ് ഓർക്കണം. അതിന്റെ അകത്ത് 3 കാര്യങ്ങളാണുള്ളത്: ക്ലെഫ്റ്റ് പാലേറ്റ്, അനോസ്മിയ ആൻഡ് കളർ ബ്ലൈൻഡ്നെസ്. ഈ 3 കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് കോൾമാൻ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു കൺജനൈറ്റൽ ഹൈപ്പോതലാമിക് ഡിസോർഡർ ആണ്. ഇതിന്റെ അകത്ത് GnRH ഡെഫിഷ്യൻസി ഉണ്ടാവുന്നു, ഗ്രോത്ത് ഹോർമോൺ റിലീസിംഗ് ഹോർമോൺ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നു. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലെഫ്റ്റ് പാലേറ്റ് ഉണ്ടാവുന്നു, അനോസ്മിയ ഉണ്ടാവുന്നു, കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവുന്നു. പിന്നെ രണ്ടാമതായിട്ട് പറഞ്ഞേക്കുന്നത് ട്രോമാറ്റിക് കോസസിന്റെ അകത്ത് ഹെഡ് ഇഞ്ചുറീസ്, അതുപോലെ റേഡിയേഷൻ ഡാമേജ്, സർജിക്കൽ റിസെക്ഷൻ. അപ്പൊ എന്തെങ്കിലും ഒരു ഹെഡിന് ഇഞ്ചുറി ഉണ്ടാവുകയോ അല്ലെങ്കിൽ സർജിക്കൽ ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ അത് അഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഹോർമോൺസ് പ്രോപ്പർ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം ആദ്യത്തെ എറ്റിയോളജി ഓർക്കുക, കോൾമാൻ സിൻഡ്രോം. അതെന്ന് പറഞ്ഞാൽ GnRH കൺജനൈറ്റൽ ആയിട്ടുള്ള ഹൈപ്പോതലാമിക് ഡിസോർഡർ ആണ്. ഗ്രോത്ത് ഹോർമോൺ റിലീസിംഗ് ഹോർമോൺ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നു. 3 കാര്യങ്ങൾ ഉണ്ട് അതിന്റെ അകത്ത്: ക്ലെഫ്റ്റ് പാലേറ്റ്, അനോസ്മിയ ആൻഡ് കളർ ഗോണഡോട്രോപിൻ റിലീസിംഗ് ഹോർമോൺ അല്ലേ? സോറി, ഗ്രോത്ത് ഹോർമോൺ റിലീസിംഗ് ഹോർമോൺ ആണ് എഴുതിയപ്പോ. കോൾമാൻ സിൻഡ്രോം ഗോണഡോട്രോപിൻ റിലീസിംഗ് ഹോർമോൺ അല്ലേ പ്രശ്നം വരുന്നത്? ഗ്രോത്ത് ഹോർമോണിലാണോ? ഒരു സെക്കൻഡ്. കാരണം സെക്ഷൽ ഫീച്ചേഴ്സ് ഒക്കെ അല്ലേ അതില് ആബ്സെന്റ് ആയിട്ട് വരിക? പ്യൂബർട്ടിക്ക് ഡിലേ ആവാതല്ലേ? ഗോണാഡോട്രോഫിൻ റിലീസിംഗ് ഹോർമോൺ ഡെഫിഷ്യൻസി ആണ് വരുന്നത്. ഗൊണാഡോട്രോഫിൻ തന്നെയാ. കാരണം അവിടെ സെക്ഷൽ ഫീച്ചേഴ്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അത് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കറക്റ്റ്, ഗൊണാഡോട്രോഫിൻ ഡെഫിഷ്യൻസി വരുന്നത്. പിന്നെ അടുത്തതായിട്ട് ട്രോമാറ്റിക് കോസസ് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നിയോപ്ലാസ്റ്റിക് കോസസ്. അതിന്റെ തന്നെ പിറ്റ്യൂട്ടറി അഡിനോമ വരുന്നുണ്ട്, ക്രേനിയോ ഫാരൻജിയോമ വരുന്നുണ്ട്. 2 കാര്യങ്ങൾ വരുന്നുണ്ട്: പിറ്റ്യൂട്ടറി അഡിനോമ ആൻഡ് ക്രേനിയോ ഫാരൻജിയോമ. പിന്നെ അടുത്തതായിട്ട് ഇൻഫിൽട്രേറ്റിംഗ് ഓർ ദ ഇൻഫ്ലമേറ്ററി ഡിസീസസ്. അതിന്റെ അകത്ത് വരുന്നതാണ് സാർക്കോയിഡോസിസ്. അപ്പൊ നമുക്ക് പല ഇൻഫ്ലമേറ്ററി ഡിസീസസ് ഉണ്ടല്ലോ, ഒരു എക്സാമ്പിൾ കൊടുക്കുന്നേ ഉള്ളൂ, സാർക്കോയിഡോസിസ്. പിന്നെ ഇതിന്റെ ഹൈപ്പോ പിറ്റ്യൂട്ടറിസം ഉണ്ടാവാനുള്ള മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ വാസ്കുലാർ കോസ് ആയിട്ടുള്ള ഷീഹാൻ സിൻഡ്രോം ആണ്. ഷീഹാൻ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കണ്ടീഷൻ ആണ്. അതായത് ഇൻട്രാപാർട്ടം ഹെമറേജ്
ഈ ഡെലിവറിയുടെ സമയത്ത് ഇൻട്രാപാർട്ടം ഹെമറേജ് ഉണ്ടാവുന്നതിന്റെ ഫലമായിട്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡില് എന്തുണ്ടാവുന്നു? ഇൻഫാക്ഷൻ ഉണ്ടാവുന്നു. ഇൻഫാക്ഷൻ ഉണ്ടായിട്ട് അത് പ്രോഗ്രസീവ്ലി അതൊരു നെക്രോസിസിലേക്ക് പോവുകയും അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നെക്രോസിസിലേക്ക് പോവുകയും ഫൈനലി അതിന് പ്രോപ്പർ ആയിട്ട് അതിന്റെ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു കണ്ടീഷനാണ് ഷീഹാൻ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പൊ മാസീവ് ഇൻട്രാപാർട്ടം ഹെമറേജ് റിസൾട്ടിങ് ഇൻ ദ പിറ്റ്യൂട്ടറി ഇൻഫാക്ഷൻ. പിന്നെ postpartum hypopituitarism occurs as a result of necrosis of the pituitary gland and failure to lactate is the earliest symptom. അപ്പൊ ഇതിന്റെ ആദ്യത്തെ സിംറ്റം എന്ന് പറയുന്നത് ഫെയിലിയർ ടു ലാക്ടേറ്റ് ആണ്. അപ്പൊ അമ്മമാർക്ക് ഉണ്ടാവുന്ന ഒരു കണ്ടീഷൻ ആണിത്. അപ്പൊ പ്രോപ്പർ ആയിട്ട് ലാക്ടേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ആദ്യം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി അടുത്തതായിട്ട് സിമോൺസ് ഡിസീസ്. അത് മറ്റൊരു കോഴ്സ് ആണ്. ഹൈപ്പോപിറ്റ്യൂട്ടറിസത്തിന്റെ മറ്റൊരു കോഴ്സ് ആണ് സിമോൺസ് ഡിസീസ്. അതെന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ അഡിനോ ഹൈപ്പോഫൈസിന് അട്രോഫി ഉണ്ടാവുന്നു. കംപ്ലീറ്റ് അട്രോഫി ഓഫ് അഡിനോ ഹൈപ്പോഫൈസിസ് ഓർ ആന്റീരിയർ പിറ്റ്യൂട്ടറി. അപ്പൊ അതാണ് സിമോൺസ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പം ഇത് കാരണം അഡിനോ ഹൈപ്പോഫൈസിസ് എന്തൊക്കെ ഹോർമോൺസിനെയാണോ റിലീസ് ചെയ്യുന്നത് ആ ഹോർമോൺസിന്റെ എല്ലാം ഡെഫിഷ്യൻസി അവിടെ കാണപ്പെടുന്നുണ്ട്. അതൊക്കെ കുറയുന്നു. അപ്പൊ അതിന്റെ സിംറ്റംസ് ഒക്കെ അവിടെ കാണപ്പെടുന്നു. അതാണ് സിമോൺസ് ഡിസീസ്. പിന്നെ ഇൻഫെക്ഷൻസ് കാരണം ഉണ്ടാകാം. അപ്പം ഇത്രയാണ് നമ്മൾ ഹൈപ്പോപിറ്റ്യൂട്ടറിസത്തിന്റെ കോസസ് പറഞ്ഞത്. അത് ഡ്വാർഫിസം ഇൻ ചിൽഡ്രൻ ആൻഡ് ഹൈപ്പോഗൊണാഡിസം ഇൻ അഡൾട്ട്. എറ്റിയോളജി പറയുമ്പോൾ കോൾമാൻ സിൻഡ്രോം ഓർക്കുക. ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ ഡെഫിഷ്യൻസി കാരണമാണ് അത് ഉണ്ടാവുന്നത്. പിന്നെ അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ക്ലെഫ്റ്റ് പാലറ്റ്, അനോസ്മിയ ആൻഡ് കളർ ബ്ലൈൻഡ്നസ്, ട്രോമാറ്റിക് കോസസ്, പിന്നെ നിയോപ്ലാസ്റ്റിക് കോസസ്, ഇൻഫ്ലമേറ്ററി ഡിസീസസ്, സാർക്കോയിഡോസിസ്, പിന്നെ വാസ്കുലർ കോസസിൽ ഷീഹാൻ സിൻഡ്രോം ഓർക്കുക. അതെന്ന് പറഞ്ഞാൽ പിറ്റ്യൂട്ടറി ഇൻഫാക്ഷൻ ആണ് ഉണ്ടാവുന്നത് ഇൻട്രാപാർട്ടം ഹെമറേജ് കാരണം. അതേപോലെ തന്നെ പോസ്റ്റ്പാർട്ടം ഹൈപ്പോപിറ്റ്യൂട്ടറിസം ഒക്കേഴ്സ് ആസ് എ റിസൾട്ട് ഓഫ് നെക്രോസിസ് ഓഫ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അപ്പൊ അതുവഴി പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് എന്തുണ്ടാവുന്നു? നെക്രോസിസ് ഉണ്ടാവുന്നു. അപ്പൊ ഫെയിലിയർ ടു ലാക്ടേറ്റ് എന്ന് പറയുന്നതാണ് അതിന്റെ ആദ്യം കാണിക്കുന്ന സിംറ്റം. പിന്നെ സിമൺസ് ഡിസീസ്. സിമൺസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അട്രോഫി ഓഫ് അഡിനോ ഹൈപ്പോഫൈസിസ്. പിന്നെ ഇൻഫെക്ഷൻസ്. പിന്നെ ഇതിന്റെ ഒരു വേറൊരു ടൈപ്പ് ആയിട്ടുള്ളതാണ് അഡൾട്ട് പാൻ ഹൈപ്പോപിറ്റ്യൂട്ടറിസം. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഗ്രോത്ത് ഹോർമോണിനെയാണ് അഫക്ട് ചെയ്തേക്കുന്നത്. അതിനുശേഷം പാൻ ഹൈപ്പോപിറ്റ്യൂട്ടറിസം, പാൻ എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത് ഒന്നിൽ കൂടുതൽ ഹോർമോൺസിനെ അഫക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആദ്യം ഗ്രോത്ത് ഹോർമോൺ, അതിനെ ഫോളോ ചെയ്തുകൊണ്ട് ഗൊണാഡോട്രോപ്പിൻസ്, അതുപോലെ TSH, ACTH ഡെഫിഷ്യൻസി തുടങ്ങിയ ഡെഫിഷ്യൻസികളെല്ലാം ഉണ്ടാവുന്നു. അപ്പൊ അതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാല് ഇത് കോമൺ ആയിട്ട് ഈ അഡൾട്ട് പാൻ ഹൈപ്പോപിറ്റ്യൂട്ടറിസം കാണുന്നത് ഷീഹാൻ സിൻഡ്രോം ഉള്ള ആൾക്കാരിലാണ് കാണുന്നത്. അപ്പം ഷീഹാൻ സിൻഡ്രോം ഉള്ള ആൾക്കാർക്ക് അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് ആവുന്നതിന്റെ കണ്ട് പ്രോപ്പർ ആയിട്ട് അതിന്റെ ഹോർമോൺ റിലീസ് ചെയ്യില്ല. അപ്പൊ ആണുങ്ങളില് ഹൈപ്പോപിറ്റ്യൂട്ടറിസം ഉണ്ടായി കഴിഞ്ഞാൽ ടെസ്റ്റിക്കുലർ അട്രോഫി വന്നു, ലോ ഓഫ് ലൈബോ, അതുപോലെ ആബ്സെൻസ് ഓഫ് സ്പെർമാറ്റോജനസിസ്, ലോസ് ഓഫ് ആക്സിലറി ആൻഡ് പ്യൂബിക് ഹെയർ. അപ്പൊ അങ്ങനെ സെക്ഷൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ അതൊക്കെ കുറഞ്ഞു കാണപ്പെടുകയാണ് ചെയ്യുന്നത് മെന്നില്. പിന്നെ അതേപോലെ തന്നെ നമുക്കറിയാം ഗൊണാഡോട്രോപ്പിൻസിനെ അഫക്ട് ചെയ്യുന്നു. അതിനെ ഫോളോ ചെയ്തുകൊണ്ട് ACTH, TSH തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡെഫിഷ്യന്റ് ആവുകയാണ് ചെയ്യുന്നത്. ഡെഫിഷ്യൻസി ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ സെക്കൻഡറി അഡ്രിനോ കോർട്ടിക്കൽ ഫെയിലിയർ ഉണ്ടാവുന്നു. അപ്പോൾ അത് പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് അത് മാറിക്കഴിയുമ്പം അത് TSH ഡെഫിഷ്യൻസി, അങ്ങനെ ഓരോ ഹോർമോൺസിനെ ബാധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അഡൽട്ടിലെ പാൻ ഹൈപ്പോപിറ്റ്യൂട്ടറിസം കാണപ്പെടുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഹൈപ്പോപിറ്റ്യൂട്ടറിസത്തിനെ പറ്റി പറഞ്ഞത്. അതേപോലെ തന്നെ ഡ്വാർഫിസം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഗ്രോത്ത് ഹോർമോണിന്റെ ബേസിസിൽ മാത്രം പറയുന്ന ഒരു കണ്ടീഷനാണ് ഡ്വാർഫിസം എന്ന് പറയുന്നത്. ചിൽഡ്രനില് ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യന്റ് ആവുകയാണ് ഡ്വാർഫിസത്തിൽ ഉണ്ടാവുന്നത്. അപ്പൊ അതിനെ നമ്മൾ പിറ്റ്യൂട്ടറി ഡ്വാർഫിസം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പിറ്റ്യൂട്ടറി ഡ്വാർഫിസം. കാരണം എന്താണെന്ന് വെച്ചാൽ ഡ്വാർഫിസം മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഡ്വാർഫിസം ഉണ്ടാകാം. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ തൈറോയിഡിന്റെ ഹൈപ്പോസെക്രീഷൻ ഉണ്ടാകുമ്പോൾ അത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു? ക്രെറ്റിനിസത്തിലേക്ക് ലീഡ് ചെയ്യുന്നു, ഓർ തൈറോയിഡ് ഡ്വാർഫിസം. അതേപോലെ തന്നെ വേറൊരു കോഴ്സാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസോർഡേഴ്സ് ലൈക്ക് ജനറലൈസ്ഡ് മാൽന്യൂട്രീഷൻ, റിക്കറ്റ്സ് തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാവുമ്പോഴും എന്തുണ്ടാവുന്നു? ഡ്വാർഫിസം ഉണ്ടാവുന്നു. അപ്പൊ ഗ്രോത്ത് ഹോർമോണിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നതാണ് പിറ്റ്യൂട്ടറി ഡ്വാർഫിസം. പിന്നെ ഡ്വാർഫിസം തൈറോയിഡിന്റെ ഹൈപ്പോസെക്രീഷൻ, അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസോർഡേഴ്സ്, അതൊക്കെ അതിന്റെ എക്സാമ്പിൾസ് ആണ്. പിന്നെ അതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഗ്രോത്ത് വരുന്നുണ്ട്, അതുപോലെ ഹൈറ്റ് അപ് ടു 3 feet ഉള്ളിൽ. നമുക്കറിയാം ലീനിയർ ഗ്രോത്ത് വളരെ കുറവായിട്ടായിരിക്കും കാണപ്പെടുന്നത്. അപ്പൊ ഇതാണ് ഡ്വാർഫിസം.
അപ്പം അതേപോലെ തന്നെ ഹൈപ്പോഗ്ലൈസേമിയ ഉണ്ടാവുന്നു. അപ്പൊ നമ്മൾ ജൈജാൻഡിസത്തിലും അക്രോമെഗലിയിലും പറഞ്ഞത് ഹൈപ്പർ ഗ്ലൈസേമിയ ആയിരുന്നു. അത് ഗ്രോത്ത് ഹോർമോൺ എക്സസ് കാരണം, ഇവിടെ ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി കാരണം ഹൈപ്പോഗ്ലൈസേമിയ. നോർമൽ പ്രൊഡക്റ്റ് റീപ്രൊഡക്റ്റീവ് നോർമൽ മെന്റൽ ഗ്രോത്ത് ആയിരിക്കും കാണുന്നത്. അടുത്തത് ഇത് ഇനി വേറൊരു കണ്ടീഷൻ പറയാനുള്ളത് ഫ്രോളിക് സിൻഡ്രോം ഓർ ഡിസ്ട്രോഫിയ അഡിപ്പോജെനിറ്റാലിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ. അതുണ്ടാവുന്നതും അത് നമ്മൾ ഈ ഹൈപ്പോസെക്രീഷൻ ഡിസോർഡറിൽ പറയുന്ന ഒരു കണ്ടീഷനാണ് ഫ്രോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്. അതിന്റെ മറ്റൊരു പേരാണ് ഡിസ്ട്രോഫിയ അഡിപ്പോസോജെനിറ്റാലിസ്. അത് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ക്രേനിയോഫാരിഞ്ചിയോമയാണ്. നമ്മൾ കോസസിൽ പറഞ്ഞായിരുന്നു, നമ്മൾ ഒരുപാട് കോസസ് നിയോപ്ലാസ്റ്റിക് കോസസ് ഒക്കെ പറഞ്ഞായിരുന്നു ക്രേനിയോഫാരിഞ്ചിയോമ, പിറ്റ്യൂട്ടറി അങ്ങനെ പറഞ്ഞു. അപ്പോ ഒരു ഹൈപ്പോസെക്രീഷൻ ഡിസോർഡർ ആണ് ഫ്രോളിക് സിൻഡ്രോം. അപ്പൊ ഇത് പ്രത്യേകത പറഞ്ഞാൽ ഇതിന്റെ അകത്ത് ഒബീസിറ്റി ഉണ്ടാവും, ഹൈപ്പോഗോണാഡിസം ഉണ്ടാവും, ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഉണ്ടാവും. അപ്പം ഇതൊക്കെയാണ് ഈ കണ്ടീഷൻസ് ഒക്കെയാണ് ഇതിനകത്ത് ഉണ്ടാവുന്നത്. അപ്പൊ കോമ്പിനേഷൻ ഓഫ് ഒബീസിറ്റി, ഹൈപ്പോഗോണാഡിസം ആൻഡ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. അപ്പൊ ഇതിന്റെ മെയിൻ പോയിന്റ്സ് മാത്രമാണ് ഉൾപ്പെടുത്തിയേക്കുന്നത് ഫ്രോളിക് സിൻഡ്രോം. അപ്പൊ ഫ്രോളിക് സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു ഹൈപ്പോസെക്രീഷൻ ഡിസോർഡർ ആണ്. അത് ഉണ്ടാവാൻ കാരണം ക്രേനിയോഫാരിഞ്ചിയാണ്. അതേപോലെ തന്നെ അതുണ്ടാവുന്ന പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഒബേസിറ്റി, ഹൈപ്പോഗോണാഡിസം ആൻഡ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഈ വേറൊരു ടൈപ്പ് ഡ്വാർഫിസമാണ് സൈക്കോജനിക് ഡ്വാർഫിസം ഓർ ദ ഡിപ്രിവേഷൻ ഡ്വാർഫിസം. സൈക്കോജനിക് ഡ്വാർഫിസം ഓർ ഡിപ്രിവേഷൻ ഒരു മാൽന്യൂട്രീഷനുമായിട്ട് ബന്ധമില്ല. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇമോഷണലി മീഡിയേറ്റഡ് ഡിസോർഡർ ആണ്. സൈക്കോ ഡ്വാർഫിസം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ഇമോഷണലി മീഡിയേറ്റഡ് ഡിസോർഡർ ആണ്. അൺഅസോസിയേറ്റഡ് മാൽന്യൂട്രീഷൻ ഡിപ്രിവേഷൻ ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവുന്നു? ഗ്രോത്ത് ഹോർമോണിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നു. അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഗ്രോത്ത് ഹോർമോൺ ലെവൽ നോർമൽ ആവുകയും നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഗ്രോത്ത് നടക്കുകയും ചെയ്യും. അപ്പൊ അതാണ് സൈക്കോജനിക് ഡ്വാർഫിസം ഓർ ദ ഡിപ്രിവേഷൻ ഡ്വാർഫിസം. അപ്പൊ ഹൈപ്പോസെക്രീഷൻ ഡിസോർഡേഴ്സിന്റെ അതായത് നമ്മുടെ മെയിൻ കോഴ്സ് പഠിച്ചു. അതായത് ഡ്വാർഫിസമായിട്ടും അഡൾട്ടില് ഹൈപ്പോഗോണാഡിസമായിട്ടായിരിക്കും പ്രസന്റ് ചെയ്തേക്കുന്നത്. അതിന്റെ എറ്റിയോളജി എന്ന് പറഞ്ഞാൽ കൺജനൈറ്റൽ ഹൈപ്പോതലാമിക് ഡിസോർഡർ ആയിട്ടുള്ള ഡെഫിഷ്യൻസി, ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ ഡെഫിഷ്യൻസി ആണ് ഉണ്ടാവുന്നത്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്ലെഫ്റ്റ് പാലറ്റ്, അനോസ്മിയ, ഹെഡ് ഇഞ്ചുറി, റേഡിയേഷൻ, സർജിക്കൽ റിസെക്ഷൻ, നിയോപ്ലാസ്റ്റിക്കിന്റെ അകത്ത് ഷീഹാൻ സിൻഡ്രോം ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഉണ്ടാവുന്നു. ഫർദർ പ്രോപ്പർ ആയിട്ട് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഫസ്റ്റ് സിംറ്റം എന്ന് പറഞ്ഞാൽ ഫെയിലിയർ ടു ലാക്ടേറ്റ് ആണ് ഫസ്റ്റ് സിംറ്റം. എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഓർ ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണ്. ഇൻഫെക്ഷൻ. പിന്നെ അഡൽട്ട് പാൻ ഹൈപ്പോപിറ്റ്യൂട്ടറിസം എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഹോർമോൺസ് ആണ് കാണുന്നത്. ഗ്രോത്ത് ഹോർമോണിനെ എഫക്ട് ചെയ്തുകൊണ്ട് ഗൊണാഡോട്രോപ്പിൻ, ACH, പ്പെടുന്നു. അതുപോലെ മെന്നിലാണ് ടെസ്റ്റിക്കുലാർ അട്രോഫി, ലോസ് ഓഫ് ലയോ, ഹെയർ കുറയുന്നു. അതൊക്കെ അതിന്റെ സിംറ്റംസ് ആണ്. ACTH ഫെയിലിയർ ഉണ്ടാവുമ്പോഴത്തേക്കും സെക്കൻഡറി അഡ്രിനോകോർട്ടിക്കൽ ഫെയിലിയർ ആവുന്നു. പിന്നെ TS ഡെഫിഷ്യൻസി കൂടുതൽ അഡ്വാൻസ് ആകുമ്പോൾ TSH ഡെഫിഷ്യൻസി ആയിട്ട് മാറുന്നു. പിന്നെ ഡ്വാർഫിസം, കുട്ടികളിൽ ഗ്രോത്ത് ഹോർമോൺ കുറയുന്ന ഡ്വാർഫിസം, പിറ്റ്യൂട്ടറി ഡ്വാർഫിസം വിളിക്കാം അതിനെ. അതുപോലെ ഡ്വാർഫിസം മറ്റു കോസുകൾ കാരണം ഉണ്ടാവാം. അതായത് തൈറോയ്ഡ് ഡ്വാർഫിസം ആണ് ക്രെറ്റിനിസം. തൈറോയ്ഡ് ഹൈപ്പോസെക്രീഷൻ കാരണം ഉണ്ടാവുന്നതാണ് ക്രെറ്റിനിസം. കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസോർഡേഴ്സ് ആയിട്ടുള്ള ജനറലൈസ്ഡ് മാൽന്യൂട്രീഷൻ, അതുപോലെ റിക്കറ്റ്സ് അത് വരുന്നുണ്ട്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഗ്രോത്ത്, അതുപോലെ ഹൈറ്റ് അപ് ടു 3 feet, ഹിപ്പോഗ്ലൈസീമിയ, ജൈജാൻഡിസം ആൻഡ് അക്രോമെഗലിയിൽ ഹൈപ്പർ ഗ്ലൈസീമിയ. പിന്നെ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോർമൽ റീപ്രൊഡക്റ്റീവ് നോർമൽ മെന്റൽ ഗ്രോത്ത് ആണ്. പിന്നെ അടുത്തതായുള്ള ഹൈപ്പോസെക്രീഷൻ ഡിസോർഡർ ആണ് ഫ്രോളിക് സിൻഡ്രോം ഓർ ഡിസ്ട്രിയ അഡിപ്പോസോജെനിറ്റാലിസ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാരണം ഉണ്ടാവുന്നത്. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കോമ്പിനേഷൻ ഓഫ് ഒബേസിറ്റി,
ഹൈപ്പോഗോണാഡിസം ആൻഡ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. ഈ കാര്യങ്ങളെല്ലാം സൈക്കോസിസ് ഡ്വാർഫിസം ഓർ ഡിപ്രിവേഷൻ ഡ്വാർഫിസം എന്ന് പറഞ്ഞാൽ ഇമോഷണലി മീഡിയേറ്റഡ് ആണ്. അത് മാൽന്യൂട്രീഷനായിട്ട് ബന്ധമില്ല. അമ്മമാരുടെ മെറ്റേണൽ ഡിപ്രിവേഷൻ കാരണമാണ് ഉണ്ടാവുന്നത്. അപ്പൊ അമ്മമാർക്ക് പ്രോപ്പർ ആയിട്ടുള്ള മെറ്റേണൽ കെയറും ഇമോഷണൽ സപ്പോർട്ടും കൊടുത്തു കഴിഞ്ഞാൽ അത് നോർമൽ ആവുകയും ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് ലാരൻസ് ഡ്വാർഫിസം. ലാരൻസ് ഡ്വാർഫിസം എന്ന് പറഞ്ഞാൽ ഇതൊരു ഓട്ടോസോമൽ ഡിസോർഡർ ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്മോൾ ഫേസ്, സ്മോൾ മാൻഡിൽ, അല്ല അക്രോ പറഞ്ഞപ്പം ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഫേസ് ഇവിടെ പറഞ്ഞേക്ക്. അതുപോലെ പ്രോമിനന്റ് ഫോർഹെഡ്, ഇവിടെ പ്രോമിനന്റ് ഫോർഹെഡ്. ഡോക്ടറെ വോയിസ് ക്ലിയർ അല്ല, വോയിസ് ബ്രേക്ക് ആയാണ് കേൾക്കുന്നത്. കുറെ നേരമായിട്ട് വോയിസ് ബ്രേക്ക് ചെയ്താ കേൾക്കുന്നത്. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ചെറിയ ബ്രേക്കിംഗ് വരുന്ന സാധാരണ, അത് നെറ്റിലെ ചെറിയ പ്രശ്നം വരും. സാരമില്ല, കണ്ടിന്യൂ ചെയ്തോ. നെറ്റ് ഇഷ്യൂ ഉണ്ട് ചെറുതായിട്ട്. ശരി. പിന്നെ ക്യാരക്ടറൈസ്ഡ് ബൈ, ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്മോൾ ഫേസ്, അതുപോലെ മാൻഡിബിളും സ്മോൾ ആയിരിക്കും. ഫോർഹെഡ് നല്ല പ്രോമിനന്റ് ആയിട്ടായിരിക്കും കാണുന്നത്. സാഡിൽ നോസ്, അതൊരു പതിഞ്ഞ നോസ് പോലെ ആയിരിക്കും കാണുന്നത്. അതുപോലെ ഡിസ്കളറേഷൻ ഓഫ് ടീത്ത്, സ്പാർസ് ഹെയർ, റിട്ടാർഡഡ് ഗ്രോത്ത് ഓഫ് ഹെയർ ആൻഡ് ടീത്ത്. ഇപ്പൊ പല്ലും ചെറുതായിട്ടായിരിക്കും കാണുന്നത്, പല്ലിൽ ഡിസ്കളറേഷൻ കാണുന്നുണ്ട്. അതുപോലെ ഹാൻഡ്സും ഫീറ്റും ഒക്കെ ചെറുതായിരിക്കും. അപ്പൊ ഇതാണ് ലാരൻസ് ഡ്വാർഫിസം എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ ആണ്. പിന്നെ അപ്പൊ നമ്മള് ഹൈപ്പോസെക്രീഷൻ ഡിസോർഡേഴ്സ് ആണ് മെയിൻ ആയിട്ടും ഇപ്പൊ പറഞ്ഞത്. പിന്നെ ഇനി അടുത്തതായിട്ട് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നെക്സ്റ്റ് നോക്കാനായിട്ടുള്ളത്. ഇത് നമ്മൾ എംടി സെല്ലാർ സിൻഡ്രോം എന്താണെന്ന് പറഞ്ഞായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഹൈപ്പർ പ്രൊലാക്ടിനേമിയയുടെ ഒരു കോഴ്സ് ആണ് എംടി സെല്ലാർ സിൻഡ്രോം. എംടി സെല്ലാർ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നേരത്തെ അതുപോലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് എന്തുണ്ടാവുന്നു, അവിടെ സെല്ലാ ടേഴ്സിക്ക എൻലാർജ്ഡ് ആയിട്ടായിരിക്കും കാണുന്നത്. പിറ്റ്യൂട്ടറി ഫോസ എൻലാർജ്ഡ് ആയിട്ടായിരിക്കും കാണുന്നത്. അവിടെ CSF അക്യുമുലേറ്റ് ചെയ്യുന്നു. അത് ഡയഫ്രമ സെല്ലയുടെ അനാട്ടമിക്കൽ ഡിഫക്റ്റ് കാരണമാണ് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ അതിന്റെ കാരണം കൊണ്ട് നോർമൽ ആയിട്ട് പിറ്റ്യൂട്ടറി ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് അത് ഡിസ്പ്ലേസ്ഡ് ആയിട്ട് കാണുന്നു. അപ്പോൾ ആ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് ഒരു പിറ്റ്യൂട്ടറി സ്റ്റോക്കിലെ പ്രഷർ ഇഫക്റ്റ് ഉണ്ടാവുമ്പോൾ ഹൈപ്പർ പ്രൊലാക്ടിനേമിയ ആൻഡ് ഗാലക്ടോറിയ തുടങ്ങിയ കണ്ടീഷൻസ് ഉണ്ടാവുന്നു. പിന്നെ അടുത്തതായിട്ട് പറഞ്ഞേക്കുന്നത് ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. എംടി സെല്ലാർ സിൻഡ്രോം നമ്മൾ പറഞ്ഞു. പിന്നെ കോൾമാൻ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കൺജനൈറ്റൽ ഹൈപ്പോതലാമിക് ഡിസോർഡർ റിസൾട്ടിങ് ഇൻ ഹൈപ്പോപിറ്റ്യൂട്ടറിസം. ഇപ്പൊ നമ്മൾ ഹൈപ്പോപിറ്റ്യൂട്ടറിസത്തിന്റെ പല കാരണങ്ങളും പറഞ്ഞല്ലോ. അതിന്റെ അകത്തെ ഒരു പ്രധാനപ്പെട്ട കോഴ്സ് ആണ് കോൾമാൻ സിൻഡ്രോം. കോൾമാൻ സിൻഡ്രോമിന്റെ പ്രധാനപ്പെട്ട കോസസ് ആയിട്ട് പ്രധാനപ്പെട്ട സിംറ്റംസ് നമ്മൾ പറഞ്ഞത് ക്ലെഫ്റ്റ് പാലേറ്റ്, അനോസ്മിയ ആൻഡ് കളർ ബ്ലൈൻഡ്നെസ് തുടങ്ങിയ കാര്യങ്ങളാണ് കോൾമാൻ സിൻഡ്രോമിൽ പറഞ്ഞത്. പിന്നെ അടുത്തതായിട്ട് പറഞ്ഞ ഇമ്പോർട്ടന്റ് പോയിന്റ് ഷീഹാൻ സിൻഡ്രോം. ഷീഹാൻ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഹൈപ്പോപിറ്റ്യൂട്ടറിസം ഉണ്ടാവാനുള്ള വാസ്കുലാർ കോസ് ആണ്. അതെന്ന് പറഞ്ഞാൽ മാസീവ് ഇൻട്രാപാർട്ടം ഹെമറേജ് ആണ് അത് ഉണ്ടാവുന്നത്. അപ്പൊ അതിന്റെ ഫലമായിട്ട് പിറ്റ്യൂട്ടറി ഇൻഫാക്ഷൻ ഉണ്ടാവുന്നു. ഫസ്റ്റ് സിംറ്റം എന്ന് പറഞ്ഞാൽ ഫെയിലിയർ ടു ലാക്ടേറ്റ് ആണ്. പിന്നെ ഫ്രോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരു പേരാണ് ഡിസ്ട്രോഫിയ അഡിപ്പോസോ ജെനൈറ്റാലിസ്. അതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ഒബേസിറ്റി, ഹൈപ്പോഗോണാഡിസം ആൻഡ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. ലാരൻസ് ഡ്വാർഫിസം എന്ന് പറഞ്ഞാൽ ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ ആണ്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഓട്ടോസോമൽ ഡിസോർഡർ ആണ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്മോൾ ഫേസ്, സ്മോൾ മാൻഡിബിൾ, പ്രോമിനന്റ് ഫോർഹെഡ്, സാഡിൽ നോസ്, ഡിസ്കളറേഷൻ ഓഫ് ടീത്ത്, സ്പാർസ് ഹെയർ, റിട്ടാർഡഡ് ഗ്രോത്ത് ഓഫ് ഹെയർ ആൻഡ് ടീത്ത്, സ്മോൾ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിന്റെ അകത്ത് വരുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസോർഡേഴ്സ് ഓഫ് ദ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയെ പറ്റിയാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പം ഡിസോർഡേഴ്സ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയുടെ ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AD ആണ് പ്രധാനമായിട്ടുമുള്ള ഹോർമോൺസ്. ആർജിനൈൻ വാസോപ്രസിൻ ഓർ ആന്റി ഡയൂററ്റിക് ഹോർമോൺ. അപ്പം അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ബോഡിയിൽ വാട്ടറിനെ മെയിൻറ്റെയിൻ ചെയ്യുക, വാട്ടർ കണ്ടന്റിനെ റീറ്റെയിൻ ചെയ്യുക എന്നതാണ് അതിന്റെ ഫംഗ്ഷൻ. ഓക്സിടോക്സിൻ എന്ന് പറഞ്ഞാൽ സ്മൂത്ത് മസിൽസിന്റെ കൺട്രാക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ആന്റി ഡയൂററ്റിക് ഹോർമോൺ. അപ്പോൾ അതിന് മുന്നേ ഹോർമോൺ ഓർ വാസോപ്രസിൻ ഉണ്ടാക്കിയിരിക്കുന്നത്
അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സുപ്ര ഓപ്റ്റിക് ന്യൂക്ലിയസ് ആണ്. അതിവിടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സുപ്ര ഓപ്റ്റിക് ന്യൂക്ലിയസ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ഓക്സിറ്റോക്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പാരാവെൻട്രിക്കുലർ ന്യൂക്ലിയസ് ഓഫ് ദ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. ADH പ്രൊഡ്യൂസ് ചെയ്യുന്ന സുപ്ര ഓപ്റ്റിക് ന്യൂക്ലിയസ് ആൻഡ് ഓക്സിറ്റോക്സിനെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പാരാവെൻട്രിക്കുലർ ന്യൂക്ലിയസ്. ഇനി ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ADH പറ്റിയാണ്. അതിന്റെ സൈറ്റ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ റീനൽ ട്യൂബ്യൂൾസിലാണ് അതിന്റെ ആക്ഷൻ നടക്കുന്നത്. മോസ്റ്റ് സ്പെസിഫിക്കലി കളക്ടിംഗ് ഡക്ട്. അപ്പൊ കളക്ടിംഗ് ഡക്റ്റിലാണ് അതിന്റെ ആക്ഷൻ. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ വാട്ടറിനെ കൺസർവ് ചെയ്യുക എന്ന് പറയുന്നതാണ് അതിന്റെ ഫംഗ്ഷൻ. അത് റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലാണ് അപ്പോൺ ദ സ്റ്റിമുലേഷൻ ഓഫ് ഓസ്മോ റിസെപ്റ്റേഴ്സ് ദാറ്റ് റെസ്പോണ്ട് ടു ചേഞ്ചസ് ഇൻ ദ ഓസ്മോളാരിറ്റി ഓഫ് ദ ബ്ലഡ്. ഓസ്മോളാരിറ്റി അല്ല, ഓസ്മോളാലിറ്റി ആണ് ഇവിടെ വരുന്നത്. ഓസ്മോളാലിറ്റി. അപ്പൊ നമ്മുടെ ബോഡിയിലെ നമ്മുടെ ബ്ലഡിലെ ഓസ്മോളാലിറ്റി ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഓസ്മോ റിസെപ്റ്റേഴ്സിന്റെ സ്റ്റിമുലേഷന്റെ ഫലമായിട്ടാണ് ഈ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ADHനെ സെക്രീറ്റ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഒരു ഇത് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് പറയാം. നമ്മുടെ ബോഡിയിൽ നോർമൽ ആയിട്ട് വാട്ടർ ഇരിക്കുന്ന സമയത്ത്, വാട്ടർ പൊട്ടൻഷ്യൽ ഇരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമലായിട്ട് വാട്ടർ കണ്ടന്റ് പറഞ്ഞിട്ട് ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആവുന്നില്ല ഡോക്ടറുടെ. ബ്രേക്ക് ആവുന്നു. ഇപ്പൊ കേക്കാവോ? ചെറിയ വൈബ്രേഷൻ ഉണ്ടെന്നേ ഉള്ളൂ, സാരമില്ല, കണ്ടിന്യൂ ചെയ്തോളൂ. അത് വരും, അത് ഈ സൂം മീറ്റിങ്ങിന് പതിവാണത്. സാരമില്ല, ഡോക്ടർ കണ്ടിന്യൂ ചെയ്തോളൂ. നോർമൽ വാട്ടർ പൊട്ടൻഷ്യൽ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ബോഡിയില് വാട്ടർ പൊട്ടൻഷ്യൽ കുറയുകയാണെങ്കിൽ, വാട്ടർ പൊട്ടൻഷ്യൽ ഓഫ് ദ ബ്ലഡ് ഡിക്രീസസ്. അപ്പം ബ്ലഡിൽ വാട്ടർ കണ്ടന്റ് കുറയുക എന്ന് പറയുമ്പോൾ ബ്ലഡ് ടു സോൾട്ടി ആയിട്ട് മാറും. സോൾട്ടി എന്ന് പറയുമ്പോഴത്തേക്കും ഹൈപ്പർ ഓസ്മോളാലിറ്റി ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. സോൾട്ടി ആകുമ്പോൾ ഹൈപ്പർ ഓസ്മോളാലിറ്റി ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ വാട്ടർ കണ്ടന്റ് കുറയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? അത് നമ്മുടെ ഹൈപ്പോതലാമസിലെ ഓസ്മോ റിസെപ്റ്റേഴ്സിലേക്ക് പോയി ഇൻഫർമേഷൻ കൊടുക്കുന്നു. ഓസ്മോ റിസെപ്റ്റേഴ്സ് ഓഫ് ദ ഹൈപ്പോതലാമസിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നു. അപ്പോൾ ഹൈപ്പോതലാമസ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് എന്തിനെ റിലീസ് ചെയ്യാൻ പറയുന്നു? ADHനെ റിലീസ് ചെയ്യാൻ പറയുന്നു, ആന്റി ഡയൂററ്റിക് ഹോർമോൺ. അപ്പൊ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ADHനെ റിലീസ് ചെയ്യുന്നു. അപ്പോൾ ADHന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കളക്ടിംഗ് ട്യൂബ്യൂളില്, കളക്ടിംഗ് ഡക്റ്റിന്റെ അവിടെ പോയി ആക്ട് ചെയ്തിട്ട് അവിടെ അക്വാപോറിൻസിനെ ഇൻസേർട്ട് ചെയ്യുന്നു. അക്വാപോറിൻസിനെ ഇൻസേർട്ട് ചെയ്തിട്ട് മാക്സിമം വാട്ടറിനെ നമ്മുടെ ബോഡിയിലേക്ക് റീഅബ്സോർബ് ചെയ്യുന്നു. മാക്സിമം വാട്ടറിനെ ബോഡിയിലേക്ക് റീഅബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് യൂറിന്റെ വോളിയം എന്തായിട്ട് മാറുന്നു? ഹൈപ്പർ ടോണിക് ആയിട്ട് മാറുന്നു. ഹൈപ്പർ ടോണിക്. അപ്പൊ യൂറിൻ സോൾട്ടി ആയിട്ട് മാറുന്നു. നമ്മുടെ ബോഡിയിലേക്ക് വാട്ടർ മാക്സിമം റീഅബ്സോർബ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. സ്മോൾ വോളിയം അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് യൂറിൻ അല്ലെങ്കിൽ ഹൈപ്പർടോണിക് യൂറിൻ ആയിട്ട് മാറുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ബോഡിയിലെ വാട്ടർ കണ്ടന്റിനെ എന്താക്കുന്നു? നോർമൽ ആക്കുന്നു. അതാണ് ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ഏതെങ്കിലും രീതിയിൽ വാട്ടർ പൊട്ടൻഷ്യൽ കൂടുകയാണെങ്കിൽ, അതായത് ബ്ലഡ് ടു വാട്ടർ, നമ്മുടെ ബോഡിയിൽ വാട്ടർ കണ്ടന്റ് കൂടുകയാണെങ്കിൽ അതും നമ്മുടെ ഹൈപ്പോതലാമസിലെ ഓസ്മോ റിസെപ്റ്റേഴ്സ് ഡിറ്റക്ട് ചെയ്യുകയും ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറിക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നു. അതായത് ADHനെ റിലീസ് ചെയ്യാൻ, അതായത് ADHനെ റിലീസ് ചെയ്യുന്നില്ല പ്രോപ്പർ ആയിട്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഡിസ്റ്റൽ ട്യൂബ്യൂൾസ് അല്ലെങ്കിൽ കളക്ടിംഗ് ഡക്ട് എന്താവുന്നു? ഇംപെർമിയബിൾ ടു വാട്ടർ ആകുന്നു. അതായത് നമ്മുടെ ബോഡിയിലേക്ക് വാട്ടറിനെ റീഅബ്സോർബ് ചെയ്യുന്നില്ല, അക്വാപോറിൻസ് ഇൻസേർട്ട് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ മാക്സിമം ലാർജ് വോളിയം ഓഫ് ദ വാട്ടർ എന്താവുന്നു? യൂറിനിൽ കൂടെ പോകുന്നു. അപ്പൊ യൂറിൻ എന്താവുന്നു? ഡൈല്യൂട്ട് യൂറിൻ ആയിട്ട് മാറുന്നു. അങ്ങനെ നമ്മുടെ ബോഡിയിലെ വാട്ടർ കണ്ടന്റിനെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നു. അപ്പൊ ഇതാണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ വാട്ടർ പൊട്ടൻഷ്യൽ ഏതെങ്കിലും രീതിയിൽ കുറയുകയാണെങ്കിൽ, അതായത് ബ്ലഡ് ടു സോൾട്ടി ആയിട്ട് മാറുകയാണെങ്കിൽ അത് ഹൈപ്പോതലാമസിലെ ഓസ്മോ റിസെപ്റ്റേഴ്സ് അതിനെ ഡിറ്റക്ട് ചെയ്യുന്നു. ഓസ്മോ റിസെപ്റ്റർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് ഇൻഫർമേഷൻ കൊടുക്കുന്നു. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ADHനെ റിലീസ് ചെയ്യുന്നു. ADH കളക്ടിംഗ് ഡക്റ്റിൽ പോയി ആക്ട് ചെയ്യുന്നു. അപ്പോൾ കളക്ടിംഗ് ഡക്റ്റിൽ അക്വാപോറിൻസിനെ ഇൻസേർട്ട് ചെയ്ത് മാക്സിമം അക്വാപോറിൻസിനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ കളക്ടിംഗ് ഡക്ട് പെർമിയബിൾ ആയിട്ട് മാറുന്നു, വാട്ടറിന് പെർമിയബിൾ ആയിട്ട് മാറുന്നു. അപ്പൊ മാക്സിമം വാട്ടറിനെ നമ്മുടെ ബോഡിയിലേക്ക് റീഅബ്സോർബ് ചെയ്യുന്നു, ബോഡിയുടെ വാട്ടർ കണ്ടന്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു.
ഇനി വാട്ടർ പൊട്ടൻഷ്യൽ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ബോഡിയിൽ കൂടുമ്പോൾ അതും നമ്മുടെ ഹൈപ്പോതാമസിലെ ഓസ്മോ റിസപ്റ്റേഴ്സ് ഡിറ്റക്ട് ചെയ്യുന്നു. എന്നിട്ട് പിറ്റ്യൂട്ടറിയിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നു. പിറ്റ്യൂട്ടറി ADHനെ പ്രോപ്പർ ആയിട്ട് റിലീസ് ചെയ്യത്തില്ല. അപ്പോൾ ഡിസ്റ്റൽ ട്യൂബ്യൂൾസിൽ എന്ത് ചെയ്യുന്നു, ഇംപെർമിയബിൾ ടു വാട്ടർ ആവുന്നു. അതായത് വാട്ടർ നമ്മുടെ ബോഡിയിലേക്ക് റീഅബ്സോർബ് ചെയ്യപ്പെടുന്നില്ല, ലാർജ് വോളിയം ഓഫ് ഡൈല്യൂട്ട് യൂറിൻ പോവുകയും ചെയ്യുന്നു. അതാണ് അതിന്റെ മെക്കാനിസം. ഇനി നമ്മുടെ ബോഡിയിൽ വാട്ടർ കണ്ടന്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ഒരു മെക്കാനിസം കൊണ്ട് മാത്രമല്ല, ADHന്റെ മെക്കാനിസം കൊണ്ട് മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ അതായത് നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും ഡീഹൈഡ്രേഷൻ ഫേസ് ചെയ്യുമ്പോൾ, അതായത് ബ്ലഡിലെ വാട്ടർ കണ്ടന്റ് കുറയുമ്പോൾ അല്ലെങ്കിൽ കൂടുതലായിട്ട് സോൾട്ട് ഇൻജക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ബ്ലഡിലെ ഓസ്മോളാലിറ്റി കൂടുന്നു. അതായത് ഹൈപ്പർ ടോണിക് ബ്ലഡ് ആയിട്ട് മാറുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഹൈപ്പോതലാമസിലെ ഓസ്മോ റിസപ്റ്റേഴ്സ് അത് ഡിറ്റക്ട് ചെയ്യുകയും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിക്ക് ഇൻഫർമേഷൻ കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ADHനെ റിലീസ് ചെയ്യുന്നു. ആ ADH മാക്സിമം വാട്ടറിനെ കിഡ്നിയിൽ നിന്ന് കളക്ടിങ് ഡക്റ്റിൽ നിന്ന് റീഅബ്സോർബ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ബോഡിയിലെ ബ്ലഡ് വോളിയം കൂടുന്നു, ബ്ലഡിന്റെ ഓസ്മോളാലിറ്റി കുറയുന്നു. അതായത് ഹൈപ്പോട്ടോണിക് ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ഓസ്മോളാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നു. ഇനി ആ ഒരു മെക്കാനിസം മാത്രമല്ലാതെ നമ്മുടെ ബോഡിക്ക് വാട്ടർ ആവശ്യം ഡീഹൈഡ്രേഷൻ ഫേസ് ചെയ്യുന്ന സമയത്ത് ഓസ്മോ റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു, ഹൈപ്പോതലാമസിലെ തേഴ്സ്റ്റ് സെന്ററിലും പോയി ആക്ട് ചെയ്യുന്നു. അപ്പൊ തേഴ്സ്റ്റ് സെന്ററിൽ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ദാഹം ഉണ്ടാകുന്നു. അപ്പൊ നമ്മൾ കൂടുതൽ വാട്ടർ ഡ്രിങ്ക് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ബോഡിയിൽ നമ്മുടെ വാട്ടർ കണ്ടന്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ADH മാത്രമല്ല, തേഴ്സ്റ്റ് മെക്കാനിസത്തിന്റെ ഹെൽപ്പോട് കൂടി നമ്മുടെ ബോഡിയിൽ വാട്ടർ കണ്ടന്റിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പൊ 2 മെക്കാനിസംസ് അവിടെ ഉണ്ട്. ഇനി അടുത്തതായിട്ട് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ഈ പറഞ്ഞ ADH ദാറ്റ് ഈസ് ആന്റി ഡയൂററ്റിക് ഹോർമോണിന്റെ ഹൈപ്പോസെക്രീഷൻ കാരണം ഉണ്ടാകുന്ന ഡിസോർഡർ ആണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ബ്ലഡിലെ AVP ദാറ്റ് ഈസ് AVP എന്ന് പറഞ്ഞാൽ ആർജിനൈൻ വാസോപ്രസിൻ, അത് സെയിം തന്നെയാണ്, ADH തന്നെയാണ്. നോർമൽ ആയിട്ടുള്ള യൂണിറ്റ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1 to 3 ഇന്റർനാഷണൽ യൂണിറ്റ് പെർ ML ആണ് പറഞ്ഞേക്കുന്നത്. 1 to 3 യൂണിറ്റ്സ് പെർ ML ആണ് പറഞ്ഞേക്കുന്നത്. നോർമലി നമ്മുടെ ബോഡിയിൽ ADH സെക്രീറ്റ് ചെയ്യുന്നത് ഏതൊക്കെ കണ്ടീഷൻസിലാണ്? നമ്മുടെ ബ്ലഡിന്റെ ഓസ്മോളാലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. ഹൈപ്പോവോളീമിയ, നമ്മുടെ ബോഡിയിൽ വാട്ടർ കണ്ടന്റ് കുറയുന്ന സമയത്ത്, അതുപോലെ ഹൈപ്പോ ടെൻഷൻ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ സ്ട്രെസ് തുടങ്ങിയ കണ്ടീഷൻസ് ഉണ്ടാവുന്ന സമയത്താണ് വാട്ടർ കണ്ടന്റ് നമ്മുടെ ബോഡിയിൽ കുറയുന്നത്. അപ്പോഴാണ് ADH റിലീസ് ചെയ്യുന്നത്, കിഡ്നിയിൽ നിന്നും വാട്ടറിനെ മാക്സിമം ബോഡിയിലേക്ക് റീഅബ്സോർബ് ചെയ്യുന്നത്. ഇതാണ് ADHന്റെ നോർമൽ ആയിട്ടുള്ള ഫംഗ്ഷൻ. ഇനി ADH റിലീസ് ചെയ്യുന്ന എവിടെയാണ് നമ്മൾ പറഞ്ഞത്? സൂപ്രാ ഓപ്റ്റിക് ന്യൂക്ലിയസിൽ നിന്നാണ്. അപ്പോ ADH ഫെയിലിയർ ഓഫ് ദ സെക്രീഷൻ ഓഫ് ADH ഫ്രം സൂപ്രാ ഓപ്റ്റിക് ന്യൂക്ലിയസ് ലീഡ്സ് ടു സെൻട്രൽ ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. അപ്പൊ ഇതാണ് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ. അതാണ് ഫെയിലിയർ ഓഫ് സെക്രീഷൻ ഓഫ് ADH ഫ്രം ഇപ്പൊ പറഞ്ഞ ഒന്നുകൂടെ പറഞ്ഞു. ഒന്നും കൂടെ പറയാം. ഫെയിലിയർ ഓഫ് ദ സെക്രീഷൻ ഓഫ് ADH ഫ്രം സുപ്രാഓപ്റ്റിക് ന്യൂക്ലിയസ് ലീഡ്സ് ടു സെൻട്രൽ ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മുടെ ADHനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സുപ്രാഓപ്റ്റിക് ന്യൂക്ലിയസും അതുപോലെ ഓക്സിറ്റോക്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പാരാവെൻട്രിക്കുലർ ന്യൂക്ലിയസ് ആണെന്നും പറഞ്ഞു. അപ്പം സുപ്രാഓപ്റ്റിക് ന്യൂക്ലിയസിൽ നിന്ന് ADHനെ പ്രോപ്പർ ആയിട്ട് റിലീസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ സെക്രീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന കണ്ടീഷനാണ് സെൻട്രൽ ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. അപ്പോ നോർമലി നമ്മുടെ ബോഡിയിൽ നോർമലി ഒരു പേഴ്സൺ ഏകദേശം 2 to 3 liters ഓഫ് ദ വാട്ടർ ആണ് ഒരു ദിവസം കുടിക്കുന്നത്. പക്ഷേ ഒരു ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ഉള്ള ഒരു പേഷ്യന്റ് ഏകദേശം 10 liters ഓഫ് ദ വാട്ടർ വരെ 10 liters പ്ലസ് വാട്ടർ വരെ കുടിക്കും ഒരു ദിവസം. അപ്പം ലാർജ് എമൗണ്ട് ഓഫ് ഡൈല്യൂട്ട് യൂറിൻ, കാരണം അവരുടെ ബോഡിയിൽ വാട്ടറിനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞാൽ എക്സസീവ് ആയിട്ട് വാട്ടർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, യൂറിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ എക്സസീവ് ആയിട്ട് സ്വെറ്റിങ്ങും ഉണ്ടാവും. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഏതൊക്കെ രീതിയിൽ വാട്ടർ ലോസ് ആകാവോ ആ രീതിയിലൊക്കെ വാട്ടർ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പൊ ആ ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ഉള്ള ഒരു പേഷ്യന്റ് ഏകദേശം 10 to 15 liters ഓഫ് ദ യൂറിൻ ആണ് പോകുന്നത്. ഇനി അതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, പോളിയൂറിയ, പോളിഡിപ്സിയ അങ്ങനത്തെ കണ്ടീഷനാണ് അതിന്റെ സിംറ്റംസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പോളിയൂറിയ എക്സസീവ് ആയിട്ട് യൂറിൻ പോകുന്നു, അതുപോലെ എക്സസീവ് ആയിട്ട് തേഴ്സ്റ്റ്, പോളിഡിപ്സിയ
ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ദ വാട്ടർ അവർ കുടിക്കുന്നു, ഒരുപാട് വെള്ളം കുടിക്കുകയും ചെയ്യുന്നു, ഒരുപാട് യൂറിൻ അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ യൂറിൻ വോളിയം എങ്ങനെയാണ് വേരി ചെയ്യുന്നത്? 2.5 liters to 10 liters per 24 hours. അപ്പൊ 2.5 to 10 liters വരെ യൂറിൻ ആണ് പോകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ യൂറിൻ എപ്പോഴും നോർമൽ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിലെ യൂറിൻ എപ്പോഴും കോൺസെൻട്രേറ്റഡ് യൂറിൻ ആയിട്ടാണല്ലോ പോകേണ്ടത്. അതായത് നമ്മുടെ ബോഡിയിൽ വാട്ടർ റീറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ യൂറിൻ എന്ത് ചെയ്യുന്നു? ഹൈപ്പർട്ടോണിക് ആവുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ ലാർജ് എമൗണ്ട് ഓഫ് ഡൈല്യൂട്ട് യൂറിൻ ആണ് നമ്മുടെ ബോഡിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്. അതായത് ഏകദേശം ലാർജ് എമൗണ്ട് ഓഫ് ഡൈല്യൂട്ട് യൂറിൻ എന്ന് പറയുമ്പോൾ യൂറിന്റെ ഓസ്മോളാലിറ്റി അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം 200 milli osmol per kilogram ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പോ അത് ക്ലിയർ ആയല്ലോ. ലാർജ് ഡൈല്യൂട്ട് യൂറിൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ യൂറിൻ കോൺസെൻട്രേഷൻ കുറയുകയാണ് ചെയ്യുന്നത്. അതായത് അത് ഹൈപ്പോ ഓസ്മോളാർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതായത് ഏകദേശം 200 milli osmol per kilogram ആയിട്ട് മാറുന്നു. നോർമലി അതെന്താ, നോർമൽ ആയിട്ടുള്ള ഒരാളുടെ യൂറിൻ എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ഓസ്മോളാർ ആയിരിക്കും, അതായത് കോൺസെൻട്രേറ്റഡ് യൂറിൻ ആയിരിക്കും. മോർ ദാൻ 600 milli osmol per kilogram ആണ് വരുന്നത്. പക്ഷേ ഈ ഒരു കണ്ടീഷനിൽ ഡൈല്യൂട്ട് യൂറിൻ ആകുമ്പോൾ 200 milli osmol per kilogram ആയിരിക്കും അവരുടെ യൂറിന്റെ ഓസ്മോളിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. പോളിയൂറിയ, പോളിഡിപ്സിയ എന്ന് പറഞ്ഞാൽ എക്സസീവ് ആയിട്ട് വെള്ളം കുടിക്കുകയാണ് ചെയ്യുന്നത്, തേഴ്സ്റ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഏകദേശം 10 liters ഓഫ് ദ വാട്ടർ അവർ കുടിക്കുന്നുണ്ട്. ലാർജ് വോളിയം ഓഫ് ഡൈല്യൂട്ട് യൂറിൻ ആണ് പുറത്തേക്ക് പോകുന്നത്. അതിനോടൊപ്പം തന്നെ എക്സസീവ് ആയിട്ട് സ്വെറ്റിങ്ങും ഉണ്ടാവുന്നു. യൂറിന്റെ ഓസ്മോളാലിറ്റി കുറയുന്നു, ദാറ്റ് ഈസ് 200 milli osmol per kilogram ആയിട്ട് മാറുന്നു. നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് ഹൈപ്പർ milli osmol per kilogram ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഇനി അടുത്തത് അതിന്റെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്. നെഫ്രോജനിക് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്, പ്രൈമറി പോളിഡിപ്സിയ. ഇപ്പൊ സെൻട്രൽ ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ADHന്റെ സിക്രീഷൻ എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടാകുമ്പോഴാണ് സെൻട്രൽ ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ഉണ്ടാവുന്നത്. പക്ഷേ നെഫ്രോജനിക് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കിഡ്നിയുടെ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ട്, അതായത് നോർമൽ ആയിട്ട് റീനൽ ട്യൂബ്യൂൾസ് എന്ന് പറഞ്ഞാൽ ADHനോട് അത് കാരണം ഉണ്ടാവുന്നതാണ് നെഫ്രോജനിക് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. പ്രൈമറി ാണ് പ്രൈമറി എന്ന് പറയുന്നത്. ഡിഫറൻഷ്യൽ ഡയഗ്നോസ് ആയിട്ട് പറയുന്നത്. ഇനി അതിന്റെ എന്ന് പറഞ്ഞാൽ നമ്മള് 24 hour യൂറിൻ വോളിയം നമ്മൾ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. യൂറിൻ പോകുന്ന വോളിയം ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അതായത് യൂറിന്റെ വോളിയം ലെസ് ദാൻ 2 liters ആണെങ്കിൽ അതിന്റെ അർത്ഥം ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ആ പേഷ്യന്റിന് ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. കാരണം ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ഉള്ള ഒരാള് ലാർജ് എമൗണ്ട് ഡൈല്യൂട്ട് യൂറിൻ ആണ് പാസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ലെസ് ദാൻ 2 liters ആണെങ്കിൽ ഹലോ ഡോക്ടർ മ്യൂട്ടായി. ഇപ്പൊ കേക്കാവോ? ഇപ്പൊ കേക്കാവോ? ശരി. അപ്പൊ ഇവിടെ 24 hour യൂറിനറി വോളിയം നമ്മൾ നോക്കുക, 24 hour യൂറിനറി ഔട്ട്പുട്ട് നോക്കുക. അപ്പൊ യൂറിൻ വോളിയം ലെസ് ദാൻ 2 liters ആണെങ്കിൽ അതിന്റെ അർത്ഥം ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ ഓസ്മോളാലിറ്റി ഓഫ് ദ ഏർലി മോർണിംഗ് യൂറിൻ എക്സീഡ്സ് 800 milli osmol per kilogram ആണെങ്കിൽ അതിന്റെ അർത്ഥവും ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ഇല്ല എന്നാണ്. കാരണം ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ഉള്ള ഒരാൾക്ക് ഓസ്മോളാലിറ്റി കുറവായിരിക്കും കാണുന്നത്. കാരണം ലാർജ് എമൗണ്ട് ഓഫ് ഡൈല്യൂട്ട് യൂറിൻ ആയതുകൊണ്ട്
അവർക്ക് ഓസ്മോളാലിറ്റി കുറവായിട്ടായിരിക്കും കാണപ്പെടുന്നത്. പക്ഷെ ഇവിടെ ഓസ്മോളാലിറ്റി കൂടുതലായിട്ടാണ് 800 മില്ലി ഓസ്മോൾ പെർ കിലോഗ്രാം ആണെങ്കിൽ അതിന്റെ അർത്ഥം ആ പേഷ്യന്റിന് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഡോക്ടറെ സ്ലൈഡ് അല്ല വിസിബിൾ അല്ലേ? കാണുന്നില്ല. ഇപ്പൊ സ്ലൈഡ് പോയതാണ്. കാണുന്നില്ലേ? പോയതാണ്. ആണോ? ഒരു സെക്കൻഡ്. ഹലോ കാണുന്നില്ല. ഹലോ അല്ല ഇപ്പോ നെറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു. വന്നു. പക്ഷെ ഒരു സെക്കൻഡ് നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു ഇവിടെ. കുറച്ചു നേരമായിട്ട് ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട്. ഒരു 10 മിനിറ്റ് ആയിട്ട്. ആ സ്ക്രീൻ ഷെയർ ചെയ്യപ്പെട്ടില്ല. ഹലോ സ്ക്രീൻ ഷെയറിംഗ് എഴുതി കാണിക്കുന്നതേ ഉള്ളൂ. സ്ക്രീൻ വന്നില്ല, വിസിബിൾ ആയില്ല. ഡോക്ടറെ ആ സ്ക്രീൻ വന്നു, പക്ഷെ സ്ലൈഡിലേക്ക് പോയില്ല. ഒന്നും കൂടെ ഇപ്പൊ കാണാവോ? ഡോക്ടറുടെ സ്ക്രീൻ വിസിബിൾ ആയി, പക്ഷെ ഹലോ ആ സ്ലൈഡുകളല്ല നേരത്തെ പറഞ്ഞതുപോലെ. പേര് കാണാൻ പറ്റുന്നുണ്ടോ? ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറയുന്ന സ്ലൈഡ് ഇല്ല, ആ സ്ലൈഡ് വന്നില്ല. ആണോ? ഇവിടെ പക്ഷേ ആ സ്ലൈഡാ കാണിക്കുന്നത്. ഇപ്പൊ ഏത് സ്ലൈഡാ സാർ കാണിക്കുന്നത്?
സ്ലൈഡുകളല്ല ഡോക്ടറെ, ആ മെയിൻ സ്ക്രീനാണ് കാണിക്കുന്നത്. തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റും ആ മൊത്തത്തിലുള്ള ടെലഗ്രാം എല്ലാം കൂടെ ഉള്ള ഒരു നോട്ടിഫിക്കേഷൻ. ചാറ്റ് ബോക്സ് കാണിക്കുന്നുണ്ട് ഡോക്ടറെ. അതിന് ഡോക്ടർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് കാണുന്നില്ല. നോക്കട്ടെ ഒന്നും കൂടെ. ഇപ്പൊ കാണുന്നുണ്ട്. നോർമലി എ പേഴ്സൺ ഡ്രിങ്ക്സ് ഇപ്പൊ ഓക്സിറ്റോസിൻ എന്നുള്ള ആ സ്ലൈഡാണ് വരുന്നത്. അതുപോലെ ഡോക്ടർ ആ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ഒന്നുകൂടെ പറയണം. കാര്യം അവസാനത്തെ ഭാഗം കുറച്ച് ക്ലിയർ അല്ലായിരുന്നു. പറയാം. ഈ ഡിഫറെന്റ് ഡയഗ്നോസിന്റെ സ്ക്രീൻ ഇത് സ്ലൈഡ് അല്ല, ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ഇപ്പൊ വന്നു, ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് വന്നു. ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് അതിനകത്ത് 2 എണ്ണം ഉണ്ട്. നെഫ്രോജനിക് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്, പ്രൈമറി പോളിയോ ഉണ്ട്. നെഫ്രോജനിക് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ റീനൽ ട്യൂബ്യൂൾസ് എന്ന് പറയുന്നത് ADH-നോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല പ്രോപ്പർ ആയിട്ടാണ് നെഫ്രോജനിക് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. അപ്പൊ അത് കൺജനൈറ്റൽ ആയിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കണ്ടീഷനാണ്. അപ്പം അതാണ് നെഫ്രോജനിക് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഇവിടെ പ്രത്യേകത എന്ന്